മലപ്പുറം MST സ്കൂളിൽ കാറടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വാഹനം ഓടിച്ച അധ്യാപികയുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അധ്യാപികയായ ബീഗത്തെ എടപ്പാളിലെ IDTR 3 ദിവസത്തെ ഡ്രൈവിംഗ് പരിശീലനത്തിന് അയച്ചു. അധ്യാപിക ഓടിച്ച വാഹനം ഇടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗുരുതര പരിക്കേറ്റിരുന്നു. സമീർ ബിൻ കരീം ആ വാർത്തയുടെ വിവരങ്ങളുമായുണ്ട്. സമീർ, ആ കുട്ടികളുടെ വളരെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളുടെ പേടിയൊന്നുമില്ല, ധൈര്യത്തോടുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. നീതിക്ക് വേണ്ടി ശക്തിയുക്തം വാദിച്ച ആ കുട്ടികൾ നാളെയുടെ പ്രതീക്ഷകളാണ്, തർക്കമില്ല. എന്തായാലും അവരുടെ പ്രതിഷേധം ഫലം കാണുന്നു അല്ലേ സമീർ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ആഷ്മി. ആ കുട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ സംഭവം സ്കൂളിന് പുറത്തുള്ളവർ അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ആ സമരം, പ്രതിഷേധം, ബഹിഷ്കരണം എല്ലാം തന്നെ ഇപ്പോൾ വിജയം ഒരു ഭാഗികമായി തന്നെ വിജയം കണ്ടിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്ന അധ്യാപിക ബീഗത്തിന്റെ ലൈസൻസ് RTO സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. 3 മാസത്തേക്കാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല എടപ്പാടിലെ IDTRലേക്ക് 5 ദിവസത്തെ നിർബന്ധിത ഡ്രൈവിംഗ് പരിശീലനത്തിന് അധ്യാപികയെ അയക്കാനും നിലവിൽ ഈ RTO തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി കാണിച്ചാൽ മാത്രമേ ലൈസൻസ് പുനഃസ്ഥാപിച്ച് നൽകുകയുള്ളൂ എന്നുള്ളതാണ് RTO ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 13ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച്, സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ച് അധ്യാപിക ഓടിച്ച വാഹനം നിയന്ത്രണം വിട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന മിർഷ എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയെ ഇടിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അടിയന്തര ശസ്ത്രക്രിയകൾക്ക് ഈ കുട്ടിയെ വിധേയമാക്കിയിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഈ സ്കൂളിൽ വലിയ പ്രതിഷേധത്തിന് ഈ സഹപാഠികൾ പ്രതിഷേധം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ അധ്യാപിക ആണ് വാഹനം ഓടിച്ചത്, അല്ലെങ്കിൽ അപകടം സംഭവിച്ചു എന്നുള്ള കാര്യം ഈ ആശുപത്രിയിൽ മറച്ചുവെച്ചു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, കുട്ടിക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകാനും അധികൃതർ തയ്യാറായില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ മിർഷയുടെ സഹപാഠികൾ MSP സ്കൂളിൽ വലിയ സമരം നടത്തിയത്. അതിന് പിന്നാലെ പോലീസ് വിഷയത്തിൽ കേസെടുക്കുകയും PTA ഇടപെടുകയും വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഹാഷ്മി. ശരി, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.